പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ 12 വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണ്. ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 12 വോൾട്ട് പോർട്ടബിൾ എയർ കംപ്രസർ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാറിൽ വരുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ത്രെഡിൽ പയ്യെ കണക്ട് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. നമ്മുടെ സാധാരണ വലിയ കംപ്രസർ പോലെ സഡനായിട്ട് കാറ്റടിക്കാൻ പറ്റില്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കയാക്കിൽ നമ്മളിതിൽ എയർ ഫില്ല് ചെയ്ത് നമ്മളത് നിലവിലൊരു പുഴയിലേക്ക് ഇറക്കുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കയാക്ക? 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 8 ഫീറ്റിൻ്റെ 3% ഇൻഫ്ലേറ്റബിൾ കയാക്കാണ്. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. എയറൊക്കെ ഫില്ല് ചെയ്തിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണ്. ഏകദേശം 1000 രൂപയോളം വില വരുന്ന ഇതിൻ്റെ MRP തന്നെ 1549 ഉള്ളൂ. ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 12 വോൾട്ട് പോർട്ടബിൾ എയർ കംപ്രസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയ ഗാഡ്ജറ്റ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ഗാഡ്ജറ്റാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വോഷർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഗാഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിപ്പോൾ പല പല പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ കാറിലെ ടയർ പ്രഷർ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കയാക്കിൽ നമ്മളിതിൽ എയർ ഫില്ല് ചെയ്ത് നമ്മളത് നിലവിലൊരു പുഴയിലേക്ക് ഇറക്കുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിലവിൽ ഇതിൽ നമുക്കതിൻ്റെ പ്രഷർ അറിയാൻ പാകത്തിനുള്ള ഒരു ഗേജ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് മറ്റ് നമ്മൾ ഫുട്ബോളോ അല്ലെങ്കിൽ സാധാ ബോളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന കയാക്ക് പോലെ എന്തെങ്കിലുമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റുന്ന അഡാപ്റ്റർ ഇതിൻ്റെ ബാക്കിൽ അവർ എക്സ്ട്രാ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഹൈ പ്രഷർ ട്യൂബാണ്. അത് ഇതിൻ്റെ സൈഡിൽ തന്നെ അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അത് ടയറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് നമ്മളിത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ കാറിലൊക്കെ വരുന്ന ഒരു 12 വോൾട്ടിൻ്റെ നമ്മുടെ സാധാരണ 12 വോൾട്ട് അഡാപ്റ്ററിലാണ് നമ്മൾ ഈ യൂണിറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാഡ്ജറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാറിൽ വരുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലാണ്. അത്യാവശ്യം ലെങ്ത്തുള്ള കേബിളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണക്ട് ചെയ്താലും നമ്മുടെ ബാക്ക് ടയർ വരെയുള്ള ഓൾമോസ്റ്റ് ലെങ്ത്തിലാണ് ഇതിൻ്റെ വയർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക. പ്ലഗ് ഇൻ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് വഴിയിലൊക്കെ പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിലും നമുക്കിത് കണക്ട് ചെയ്തിട്ട് നമുക്കത് കണ്ട് തന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി നമുക്കിത് ടയറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ത്രെഡിൽ പയ്യെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ടയറിൽ കണക്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 28 PSI ആണ് നമ്മുടെ ഇപ്പോഴത്തെ ടയർ പ്രഷർ കാണിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരു 35 വരെ ഇതിലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും. നമ്മുടെ സാധാരണ വലിയ കംപ്രസർ പോലെ സഡനായിട്ട് കാറ്റടിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 35 PSI ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ 10-15 മിനിറ്റോളമാണ് ടൈം പറയുന്നത്. അപ്പോൾ നമ്മുടെ 29 നിന്ന് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റിൽ താഴെ മതിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ 28 നിന്ന് 35 PSI ആയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ പെർഫോമൻസ് ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ജസ്റ്റ് അത് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ സുഹൃത്ത് ടോണി എന്ന് പറഞ്ഞ ആൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോയിലുള്ള ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളും വ്യത്യാസമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എന്താ പറയുക, ക്യാമറയിൽ ബിഹൈൻഡ് ദ ക്യാമറയുടെ ആൾ. അപ്പോൾ ആളുടെയാണ് കയാക്ക്. നമ്മളപ്പോൾ ഇന്ന് കയാക്ക് വീർപ്പിക്കുന്നതും കാര്യങ്ങളും നിന്നത് ഈ പറഞ്ഞ നമ്മുടെ പുഴയിലിട്ടിട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കയാക്കിൻ്റെ കൂടെ വരുന്നൊരു ഹാൻഡ് പമ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് മാനുവലായിട്ട് പമ്പ് ചെയ്യുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു പണി തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കയാക്ക? 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 8 ഫീറ്റിൻ്റെ 3% ഇൻഫ്ലേറ്റബിൾ കയാക്കാണ് ഡെക്കാത്തലോണിൽ നിന്ന് വരുന്നത്. ഓക്കെ, എത്രയാണ് ഏകദേശം പ്രൈസ്? ഇത് 33K ആണ് കയാക്കിൻ്റെ പ്രൈസ്. നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങൾക്ക് സെപ്പറേറ്റ് പ്രൈസ് ഉണ്ട്. ഓറ് പമ്പിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ കാശ്. നമുക്ക് കയാക്ക് മാത്രമേ കിട്ടുള്ളൂ. ലൈഫ് വെസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് വാങ്ങണം. ഓക്കെ, ഇത് മറ്റേ പമ്പിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നതല്ലേ? ഇത് ഇതിൻ്റെ 3 സീറ്റ്സ് ആണ് കയാക്കിൽ ഫിറ്റ് ചെയ്യാൻ. ഓ, അത് ശരി.
നമ്മൾ ആദ്യം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ മാനുവലായിട്ടും ഫില്ല് ചെയ്തു, നമ്മുടെ അഡാപ്റ്റർ വെച്ചിട്ടും അതായത് നമ്മുടെ ആ യൂണിറ്റ് വെച്ചിട്ടും ഫില്ല് ചെയ്തു. യൂണിറ്റ് വെച്ച് ഫില്ല് ചെയ്യാൻ നേരത്തെ ഏകദേശം 15-20 മിനിറ്റോളം ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യാതൊരു എഫേർട്ടും ഇല്ല, ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. മറിച്ച് നമ്മൾ പമ്പ് വെച്ച് ചെയ്യാൻ നേരത്ത് 3-4 മിനിറ്റ് ടൈം എടുക്കുന്നുള്ളൂ. പക്ഷേ അത് ഭയങ്കര എഫേർട്ടുള്ളൊരു പണിയാണ്. കാറ്റ് ഫില്ലായി നമ്മുടെ ആ പ്രഷർ ടൈറ്റായി നിൽക്കുന്നതോറും നമുക്ക് എഫേർട്ട് കൂടി വരും. ആരോഗ്യവാനുള്ള ടോണിയൊക്കെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റി. സാധാരണക്കാരനാണെങ്കിൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പമ്പിൻ്റെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ടൈം കുറച്ച് നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ നമുക്ക് യാതൊരു എഫേർട്ടും ഇല്ലാണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയാക്കിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ അതിൻ്റെ സീറ്റും കയാക്കിൻ്റെ 3 ചേമ്പറുകളെല്ലാം ഫില്ല് ചെയ്ത് സീറ്റെല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിലവിൽ റെഡി ടു ഗോ ആണ്. നമുക്കിതിനെ എടുത്ത് പുഴയിലിട്ട് നമുക്കൊന്ന് എങ്ങനെയാണ് തുഴയുന്ന കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ 12 വോൾട്ടിൻ്റെ ഈ ചെറിയ അഡാപ്റ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇത് വാങ്ങാനുള്ള ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്